കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50-ാം വാർഷികം ഒരു വർഷത്തെ പരിപാടിയായി വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി വിവിധങ്ങളായുള്ള അനുബന്ധ പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചു വരികയാണ്. സ്കൂളിലെ നിർധനരായ 2 കുട്ടികൾക്ക് സ്നേഹവീട് വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള കുറ്റിയടിക്കൽ കർമ്മമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പരിപാടികളോടുകൂടി ഈ 50-ാം വാർഷികം സുവർണ ജൂബിലി വളരെ സമുചിതമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയാണ്. 2 കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ആവശ്യമായ പരിപാടികൾ തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PTA-യും അധ്യാപകരും ഒക്കെ തന്നെ നാട്ടുകാരുടെ എല്ലാം തന്നെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ നിർധനരായ എന്ന് തന്നെ പറയാം 2 കുട്ടികളും ഈ 10-ാം വാർഡിന്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. ഈ 2 പേരുടെയും അവരുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ ഒരു ദൗത്യമാണ് സ്കൂൾ അധികൃതർ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാ മനുഷ്യസ്നേഹികളുടെയും പിന്തുണ ഉണ്ടാകണം, എല്ലാ സഹായവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ സ്നേഹഭവനം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയുമുള്ള ഭവനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒട്ടനവധിയായ പരിപാടികൾ സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് വിദ്യാലയത്തിൽ പഠിക്കുന്ന വളരെ പാവപ്പെട്ട 2 വിദ്യാർത്ഥികൾക്ക്, വീടില്ലാത്ത 2 വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം സ്കൂൾ ഏറ്റെടുക്കുന്ന ഈ നല്ല കാര്യത്തിന് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടികളിലേക്ക് എല്ലാവിധ അംഗീകാരങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരുടെയും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ പൊതുവിദ്യാലയത്തെ ജനകീയവൽക്കരിക്കുക എന്ന പ്രഥമമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ 50 വർഷക്കാലമായി നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള 10,000-കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം, മഹാസംഗമം ഈ വരുന്ന 27-ാം തീയതി നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ നടക്കുകയാണ്. വളരെ ശ്രമകരമായി തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ജീവകാരുണ്യ പ്രവർത്തനമായി ഏറ്റെടുത്തിരിക്കുന്ന 2 വീട് നിർധനരായ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറ്റിയടിയലാണ് ഇവിടെ നടന്നത്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നിരവധി പരിപാടികൾ ഒരു വർഷത്തിൽ നടപ്പാക്കുന്നുണ്ട്. സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ രംഗത്തേക്കും കൂടി കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പിന്നീട് നടക്കും. കുറ്റിയടിക്കൽ കർമ്മം 2 വീടിൻ്റെയും നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കൂടിയേ തീരൂ. സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മഹത് സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അധ്യാപകരും PTA-യും ഏറ്റെടുത്ത ഈ ഒരു മഹത്തായ ദൗത്യം സ്കൂളിന്റെ വികസനം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ട ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് ഭവനം നിർമ്മിക്കാൻ വേണ്ട ഇടപെടൽ മുൻകൈയെടുത്ത ആദ്യമായി അവരെ അനുമോദിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ചെറിയൊരു വിഷയമല്ല, ഇത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന വളരെ വിപുലമായൊരു സന്ദേശമാണ്. അവനവനെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ കമ്മിറ്റിക്ക് നൽകിക്കൊണ്ട് ഇത് വൻ വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.